എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിഫ്റ്റിയുടെ ടൈം ഫ്രെയിമാണ്, നിഫ്റ്റിയുടെ ചാർട്ടാണ്. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ്. വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ 2 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരുപാട് റീസൺസ് ഉണ്ട്. യുദ്ധം പറയുന്നവരുണ്ട്, അതേപോലെ തന്നെ പുതിയ റൂൾസ് വന്നെന്ന് പറയുന്നവരുണ്ട്. അതെന്തും ആയിക്കോട്ടെ, നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 2 വർഷം ഇതേപോലെ ന്യൂസോ അങ്ങനെയൊന്നും അധികം ഫോക്കസ് ചെയ്യാത്ത ഒരാളാണ്. പിന്നെ ന്യൂസ് വരുമ്പോഴുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിന് മൂവ്മെൻറ്റ് വളരെ കൂടുതലായിരിക്കും. ന്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അത്ര വ്യത്യാസം ഉണ്ടാവുള്ളൂ. നമുക്ക് ഡയറക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കലാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഏത് മൂവ്മെൻറ്റും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ആണെങ്കിൽ തന്നെയും, ഇപ്പോൾ ന്യൂസ് ആണെങ്കിൽ തന്നെയും മാർക്കറ്റ് വന്നിരിക്കുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ആയിരിക്കുന്ന സൈൻ അല്ലെങ്കിൽ നമ്മുടെ സിഗ്നൽ വെച്ചിട്ടുള്ള മൂവ്മെൻറ്റ് ഇതൊക്കെ എന്താണെങ്കിലും നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. കാണുന്ന ആളുകൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല. കാരണം അവർക്ക് ഈ ചാർട്ടിനെ പറ്റി അറിയാത്തവരുണ്ട്, അറിയുന്നവരുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാനായിട്ട് ആളല്ല. എനിവേ, നമുക്ക് നമ്മുടെ റൂട്ട് ഏതാണോ ആ റൂട്ടിലേക്ക് തന്നെ നമുക്ക് പോയിക്കൊണ്ടിരിക്കാം. മാർക്കറ്റ് 25,049 മാർക്കറ്റ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു ഡിസംബർ വരെ ഇനിയും കുറച്ചും കൂടെ ഒന്ന് മാർക്കറ്റ് എന്താ പറയണ്ട, അങ്ങനെയല്ല, മൂവ്മെൻറ്റ് ഏത് രീതിയിലാണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കാരണം റൂൾസ് വന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ ട്രേഡ് നമ്മൾ 50 രൂപയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു പോയിൻറ്റിന് 50 രൂപ പ്രീമിയം. അത് ലോട്ട് സൈസ് 50 ആയിരുന്നു. അതിപ്പോൾ 25 പോയി. പിന്നെ ഇത് 60 വരാൻ പോകുന്നു. ശരിക്കും സെല്ലേഴ്സിനാണ് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായത്. കാരണം 1 ലക്ഷം രൂപയുള്ള ആൾക്ക് ഇനിയിപ്പോൾ 3 ലക്ഷം രൂപ മറ്റെന്തോ വേണം, 3 ഇരട്ടി. 5 ലക്ഷം എന്നുള്ളത് 15-20 ലക്ഷം ആക്കിയിട്ടുണ്ട് എടുക്കാനായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അത് ഞാൻ അത്ര ഡീപ്പായിട്ട് വീഡിയോ ഒന്നും അതിനെപ്പറ്റി ചെയ്യാനായിട്ട് പോകുന്നില്ല. കാരണം ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കൂടെ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോകാത്ത. എന്തായാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 21 പോയിൻ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതിപ്പോൾ എന്ത് റൂൾസ് വന്നാലും, എന്തൊക്കെ മാറ്റം വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ബാക്കിയുള്ള എല്ലാ സ്റ്റോക്കുകളും
മൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കും. അതിപ്പോൾ നമ്മൾ എത്ര കാണുന്നുണ്ട് ബലം പിടിച്ചാലും ഒരു സ്ഥലത്ത് സ്റ്റക്കായിട്ട് മാർക്കറ്റ് നിൽക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഹോൾസെയിലേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് മാർക്കറ്റ് എന്നും വേണം. ആർക്കാണെങ്കിലും മാർക്കറ്റ് എന്നും വേണം. അവർ വലിയ ആളുകൾ വലിയ രീതിയിൽ കളിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓരം പറ്റി നിന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ ഫണ്ടുകൾ എടുത്ത് മാറുക എന്നുള്ളതാണ് ഒരു ട്രേഡറെ സംബന്ധിച്ച് ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള റൂട്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പോൾ ലോട്ട് സൈസ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഒരു ലോട്ട് എടുത്ത ആൾക്കാർ 10 പോയിന്റിൽ 500 രൂപ എടുത്തപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ 500 രൂപ എടുക്കാനായിട്ട് 2 ലോട്ട് ആഡ് ചെയ്യേണ്ടി വന്നു. ഇനി നവംബർ 20 കഴിയുമ്പോൾ അതേ 500 രൂപ എടുക്കാനായിട്ട് ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു ലോട്ട് എടുത്താൽ മതി. ഒരു ലോട്ട് എടുത്താൽ 10 പോയിന്റിന് 100 രൂപ കൂടുതൽ കിട്ടും. അപ്പോൾ ഒരു ട്രേഡറെ സംബന്ധിച്ച് ലോട്ട് സൈസിലാണ് അവൻ്റെ കാര്യങ്ങൾ ഇരിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ പ്രീമിയത്തിലോ അല്ലെങ്കിൽ അതിനകത്തൊന്നും അല്ല ഒരു ട്രേഡറുടെ മനസ്സിൻ്റെ ഒരു ധൈര്യം ഇരിക്കുന്നത് ലോട്ട് സൈസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നിഫ്റ്റി നിങ്ങൾ ഒരു ലോട്ട് എടുക്കൂ, അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാണ് നാളെ നമുക്ക് റിലയൻസ് നോക്കാം, റിലയൻസിൻ്റെ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഓപ്ഷനിൽ കിട്ടും, നിങ്ങൾ ഒരു ലോട്ട് എടുത്തു വെക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു ലോട്ട് എടുക്കും. കാരണം ഒന്നെന്നുള്ള ഒരു ലോട്ട് സൈസാണ് ഒരു ഓപ്ഷൻ ട്രേഡറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ നാളെ റിലയൻസ് ഒരു ലോട്ട് എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒരു ലോട്ട് എടുക്കും. അവിടെ ഫണ്ടല്ല നോക്കുന്നത്, ഒരു ലോട്ടാണ് നിങ്ങൾ നോക്കുന്നത്. ആ ഒരു ലോട്ടിൽ ഒരു പോയിന്റ് മൂവ് ചെയ്ത് 250 രൂപയാണ് റിലയൻസ് കിട്ടുന്നത്. അതായത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ 10 ലോട്ട് ഒരു പോയിന്റ് 10 ലോട്ട് കയറുന്നതിന് നിഫ്റ്റി കയറുന്നതിന് തുല്യമാണ് 5 ലോട്ട് 5 ലോട്ട് 250. അപ്പോൾ ഒരു ലോട്ട് നിഫ്റ്റി ഇപ്പോൾ എടുത്ത 25 രൂപ ഒരു പോയിന്റിന് കിട്ടും. 10 ലോട്ട് എടുത്ത് ഒരു പോയിന്റ് 250 രൂപ കിട്ടും. അതേ സ്ഥാനത്ത് റിലയൻസ് ഒരു ലോട്ട് എടുത്തു കഴിഞ്ഞ് ഒരു പോയിന്റ് കയറി 250 കിട്ടും. അപ്പോൾ എപ്പോഴും ലോട്ട് സൈസാണ് ഒരു ട്രേഡറെ സംബന്ധിച്ച് അവൻ്റെ മൈൻഡ് സെറ്റ് കിടക്കണേ. അതേപോലെ എന്താ പറയണ്ടേ, ക്രിപ്റ്റോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഡോളറാണ് കിടക്കണം. അവിടെ ഒരു പോയിന്റ് കയറി കഴിഞ്ഞാൽ 80 രൂപ 85 രൂപ എന്നുള്ളതല്ല കിടക്കുന്നത്. ഒരു ഡോളർ കയറി കഴിഞ്ഞാൽ 80 രൂപ കിട്ടും എന്നുള്ളതാണ് അവിടെ ക്രിപ്റ്റോയിലൊക്കെ BTS മറ്റേ BTC ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മാനിക്കേണ്ട കാര്യങ്ങളില്ല. നമ്മൾ ഒരു മൂവ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് എടുത്ത് മാറാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രേഡർക്ക് ഒന്നും പഞ്ഞൊന്നും ഉണ്ടാവത്തില്ല. ഇത് വെറുതെ പാനിക് ആക്കുന്നതാണ്. ഒരുപാട് വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഓപ്ഷൻ ബയേഴ്സിൻ്റെ പണി തെറിച്ചു, ഇനി അങ്ങോട്ട് എന്ത്, ഇതൊക്കെ വെറുതെ ട്രേഡേഴ്സിനെ പാനിക്കാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സക്സസ്ഫുള്ളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡർ ആണെങ്കിൽ ഈ ന്യൂസോ കാര്യങ്ങളോ ഒന്നും അവരെ ബാധിക്കില്ല, ബാധിക്കാൻ പാടില്ല. ഇപ്പോൾ വന്നേക്കണത് കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ ലോട്ട് സൈസ് 25 ആക്കി കുറച്ചു എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അതേ സിനാരിയോ തന്നെയാണ് ഇപ്പോഴും വന്ന് നിൽക്കുന്നത്. ഓപ്ഷൻ സെല്ലേഴ്സിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ ഇതാണ് ഇപ്പോൾ പുതിയ ന്യൂസിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. എന്താണ് ന്യൂസ്, അതിലെന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിവേ അതൊരുപാട് ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് 25,049 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നിലവിൽ RSI പി സൈഡിലൊരു ക്രോസ് ഓവർ വന്നിട്ടില്ല. ആ ക്രോസ് ഓവർ RSIയിൽ വന്ന് അത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്കൊരു ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം അതുകൊണ്ട് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെനസ്ഡേ അല്ലെങ്കിൽ ഒരു തേഴ്സ്ഡേ ഒക്കെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ ഉണ്ടായ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് വീണ്ടും നിൽക്കുന്നത്. അതിന് മുമ്പോട്ട് പോയാലും നോക്കിയേ, ഈ ഭാഗത്തൊക്കെ ഒരു കൺസോൾട്ടേഷൻ സോണായിരുന്നു, ഒരു ട്യൂസ്ഡേ ഒരു മൺഡേ. അപ്പോൾ ആ ഭാഗത്തൊക്കെ കൺസോൾട്ടേഷൻ നിന്ന് ഏകദേശം ഏരിയ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണ് മാർക്കറ്റിൻ്റെ ഒരു അപ്പ് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25,137 മുകളിലേക്ക് പോയാൽ മാത്രമാണ് നമുക്കൊരു കണ്ടിന്യൂഷൻ ജേണി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ നമ്മൾ തിങ്കൾ ചൊവ്വ ബുധനൊക്കെ സ്കാൽപ്പ് ചെയ്യേണ്ടി ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ എടുത്ത് മാറാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഒരു ബോക്സ് നമ്മൾ എന്തായാലും വരച്ചു വെക്കാം. ഈ ലെവലിലാണ് ബോക്സ് കിടക്കുന്നത്. അതായത് 25,137 നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ കയറ്റി വെച്ചുകൊണ്ട് നമുക്ക് 25,272 കോൺസെൻട്രേഷൻ ചെയ്യാം. അവിടെ നിന്നും ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 25,359 നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം.
നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് പല ന്യൂസുകാരും പറയുന്ന പോലെ 50% വരെയൊക്കെ നിഫ്റ്റി ഇറങ്ങിക്കോട്ടെ, നമുക്ക് പിയിൽ എടുക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് 25% മാർക്കറ്റ് അപ്പാവും, ആയിക്കോട്ടെ, നമുക്ക് സിയിൽ എടുക്കാമല്ലോ. നമ്മൾ ഇൻട്രാഡേ ട്രേഡേഴ്സാണ്. അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ള. നാം വ്യൂ പറയുന്നതും ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ നിഫ്റ്റിനെ ബേസ് ചെയ്തിട്ടായിട്ട് ആയതുകൊണ്ട് നമുക്കിതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമ്മൾ വൈകിട്ട് അരി മേടിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ അപ്പുറത്തെ 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ വേണ്ടി ട്രേഡ് ചെയ്യുന്ന ആൾക്കാരല്ല. ആ ഒരു ബോധം ഉള്ളവർക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ 24,948 ബ്രേക്ക് ചെയ്താൽ നമുക്ക് 24,877 കോൺസെൻട്രേഷൻ ചെയ്യാം. അതല്ലാത്തടത്തോളം ഈ ബോക്സിൻ്റെ അകത്തുനിന്ന് ക്യാൻഡിൽ ഒരു 60% എങ്കിലും ബോക്സിന് പുറത്തേക്ക് നിൽക്കാതെ നമുക്കൊരു കണ്ടിന്യൂഷൻ ഡയറക്ഷൻ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നമുക്ക് നാളെ തിങ്കളാഴ്ചത്തേക്കുള്ള വ്യൂവിൽ മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഫ്യൂച്ചറിലേക്ക് പോവാം. ഫ്യൂച്ചറിൻ്റെ കേസിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പിൻബാർ ഞാൻ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു എൻട്രി എടുക്കുന്ന വ്യക്തിയാണ് കേട്ടോ. ഇങ്ങനൊരു പിൻബാർ വന്നാൽ ഞാൻ എൻട്രി എടുക്കും. പിന്നെ അത് ചെറിയ സ്റ്റോപ്പ് ലോസിലേക്ക് കയറ്റി വെക്കും എന്നുള്ളത് മാത്രമോ. കറക്റ്റ് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് വന്നു നിന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കും എന്ന് പറഞ്ഞതിനർത്ഥം മാർക്കറ്റ് 25,110 ഒരു റീസപ്പോർട്ട് എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഏകദേശം 25,080 വരെ വരാനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മറ്റേതിൽ വരച്ചു വെച്ച പോലെ ഒരു ബോക്സ് നമുക്ക് ഇവിടെയും വരച്ചു വെക്കാം. നിൽക്കുന്ന ലെവല് മാർക്കറ്റ് അപ്പിലേക്ക് പോയാൽ 25,245 ഒരു റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. അവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ചെയ്താലാണ് 25,447 മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഹിഡൻ റെസിസ്റ്റൻസുകളൊക്കെ ഉണ്ട്. ഈ ലൈനൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മൂവ്മെൻറ്റാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യണം. അത് എത്രത്തോളം സക്സസ് ആവുന്നു നമ്മുടെ RSI ബാക്കിയുള്ള ലൈൻസിൻ്റെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്ത് വന്ന് നിൽക്കുന്ന ക്യാൻഡിൽസിൻ്റെ ഫോർമേഷനൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ 25,110 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 25,042 മുതൽ 25,020 വരെയുള്ള ഒരു സ്പേസ് നമുക്ക് പോയിൻ്റാക്കി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ പറഞ്ഞാണ് RSI ക്രോസ് ഓവർ 1 ഡേയിൽ നിൽക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി ഡൗൺ സൈഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 1 ഡേയുടെ മൂവ്മെൻറ്റിൽ നമ്മൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവരോട് ലാസ്റ്റ് ഒന്നുകൂടെ പറയാം. സ്ട്രൈക്ക് ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ ആ കേസ് പറയാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ സ്ട്രൈക്ക് നാളത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് 25,000 സിയും 25,100 പിയും താൽക്കാലികമായിട്ട് നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. നമ്മൾ എന്തായിരുന്നു പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഡെയിലി ഇതിൽ RSI ക്രോസ് ഓവറാണ്. അപ്പോൾ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. ആ കൺസോൾട്ടേഷൻ സോൺ ചെയ്ത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഡൗൺ ആവുമെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഈ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞതാണ്. അത് ഇത്തിരി ന്യൂസും അതേപോലെ തന്നെ യുദ്ധം ഇതൊക്കെ കാരണം അതിന് ഇത്തിരി സ്ട്രെങ്ത് കൂടി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ വീക്കിലി ക്യാൻഡിലും RSI ക്രോസ് ഓവറാണ്. ഈ ഒരു ക്യാൻഡിലിൽ നല്ല രീതിയിൽ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ക്രോസ് ഓവർ കഴിഞ്ഞപ്പോൾ അത് റെഡിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പിന്നെ ഈ RSI ഇവിടെ വീക്കിലി കയറിയപ്പോൾ 1 ഡേയും കൂടെ കർവായിട്ട് വരാൻ വേണ്ടി നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീക്കിൽ ഒരു സപ്പോർട്ട് എടുക്കാനുള്ളത് 24,851. അതും കൂടെ ബ്രേക്ക് ചെയ്താൽ 24,483 SMA RSI വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോഴും മാർക്കറ്റ് ഡൗൺ സൈഡിൽ തന്നെയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു വീക്ക് ഉണ്ടായത് ന്യൂസിനെ ബേസ് ചെയ്തിട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ എനിവേ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിലേക്ക് പോവാം. ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. RSI ബാങ്ക് നിഫ്റ്റിയിൽ മുകളിലോട്ട് പോയി, അവിടെ നിന്ന് ക്രോസ് ഓവർ കിട്ടി, അവിടെ നിന്ന് കറക്റ്റ് താഴത്തോട്ട് വന്നു. അടുത്ത ക്രോസ് ഓവർ ആയിട്ടില്ല. ഇവിടെ നിന്നൊരു ക്രോസ് ഓവർ, ഇതൊരു പിൻബാർ പോസിറ്റീവ് സൈനാണ്. ബട്ട് 52,095 പക്ക ഒരു റീടെസ്റ്റ് ഏരിയയാണ്. അതായത് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് വന്നു, മേളിലോട്ട് പോയി റീടെസ്റ്റ് അടിക്കും 52,095. അവിടെ നിന്ന് ആ ഒരു ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് നമുക്ക് 52,497 52,727 ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത്
ഈ 52,095 ബ്രേക്ക് ചെയ്ത് പോകാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നോക്കിയേ എന്ത് ന്യൂസ് ആണെങ്കിലും 51,865 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അതേ നോക്കാറുള്ളൂ, ഒരു സപ്പോർട്ട് ഏരിയ നോക്കിയാണ് ട്രേഡ് ചെയ്യാറുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ത് ന്യൂസ് ആണെങ്കിലും ഫാളാണെങ്കിലും സപ്പോർട്ട് എടുക്കേണ്ട സ്ഥലത്ത് സപ്പോർട്ട് എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ മറ്റേ പറഞ്ഞ പോലെ ഈ പ്രാന്ത് പിടിച്ച ആൾക്കാരെ പോലെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നില്ല. അപ്പോൾ 52,095 മേളിലോട്ട് പോകാതിരുന്നാൽ അവിടെ നിന്ന് റീടെസ്റ്റ് അടിച്ചാൽ മാർക്കറ്റ് 51,577 ഭാഗത്തേക്കായിരിക്കും നോട്ടം. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇത് തന്നെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കരുത്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ്. അതുകൂടാതെ നമ്മളുടെ RSI എപ്പോഴെങ്കിലും സ്വഭാവം ഏതെങ്കിലും ഹിഡൻ സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ കാണിച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈവ് ചാർട്ട് നമ്മുടെ കയ്യിൽ തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഒരു ചാർട്ട് എടുത്ത് ട്രേഡിംഗ് വ്യൂ പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യണമെന്നുള്ളവർക്കൊക്കെ നേരിട്ട് തന്നെ വിളിക്കാവുന്നതാണ്. എനിവേ, ഇതാണ് നമ്മൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ള കാര്യം. ബാങ്ക് നിഫ്റ്റിയിലും പറഞ്ഞ പോലെ ക്രോസ് ഓവറൊക്കെ കഴിഞ്ഞു, താഴത്തോട്ട് വന്നു. അടുത്ത ക്രോസ് ഓവർ പിൻബാർ. അപ്പോൾ 51,617 മുകളിലോട്ട് പോയാൽ കൺസോൾട്ടേഷൻ സോൺ എന്ന് പറയുന്നത് 51,812 അവിടുത്തെ കൺസോൾട്ടേഷന് ശേഷം ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 52,256 മാർക്കറ്റ് മൂവ് ചെയ്യണം. നേരെ മറിച്ച് ഈ 51,617 ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് മാർക്കറ്റിന് പറ്റിയില്ലെങ്കിൽ മാർക്കറ്റ് ആദ്യം വരുന്നത് 51,333 എന്നുള്ള സപ്പോർട്ട് സോണിട്ടായിരിക്കും. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ 3 ഏരിയാസ് ഉണ്ട് സപ്പോർട്ടായിട്ടുള്ളത്. അതായത് 51,333, 51,173, 51,049 ഇതൊക്കെയാണ് ഡൗണിലേക്കുള്ള സപ്പോർട്ട് ഏരിയാസ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനായിട്ടുള്ളത്. നമുക്ക് സ്ട്രൈക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് 51,500 സിയിലും 51,700 പിയിലും നമുക്ക് നോക്കാൻ പറ്റുന്ന സ്ട്രൈക്കുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതേപോലെ ഈ ചാർട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇൻ കേസ് അതൊന്നും വേണ്ട, ആരെങ്കിലും പാനിക്കായിട്ടോ വിഷമിച്ചോ എന്തെങ്കിലും വ്യൂ ഒക്കെ അറിയാനായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിലും നേരിട്ട് വിളിക്കാം. മാക്സിമം ആൾക്കാരും വിളിക്കാതിരിക്കുന്നതിൻ്റെ റീസൺ, എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് നമ്പർ തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരെ വിളിച്ചിട്ട് പഠിക്കണില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. സാധാരണ അങ്ങനെയാണല്ലോ, പല ആളുകളും വിളിച്ച് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാർട്ട് പഠിക്കൂ, സൂപ്പറാണ്, അടിപൊളിയാണ്, ഓഫർ തീരാൻ പോകുന്നു, ഇപ്പം ചേരുന്ന 21 പേർക്ക് അല്ലെങ്കിൽ ഇപ്പം ചേരുന്ന 51 പേർക്ക് 25% ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. ഞാൻ അങ്ങനെയൊന്നും ഒരു മനുഷ്യരെ കോണ്ടാക്ട് ചെയ്യാറില്ല. കാരണം പലരും ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ വീഡിയോ കണ്ട ആൾക്കാർ ഇപ്പോൾ വിളിക്കുന്നുണ്ട്, 8 മാസം മുമ്പ് വീഡിയോ കണ്ട ആൾക്കാർ ഇപ്പോഴാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഞാൻ ആരെയും അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാനോ മെസ്സേജസ് അയക്കാനോ ഒന്നും പോകാറില്ല. കാരണം അതിൻ്റെ കാര്യങ്ങളില്ല, ഇത് ഓരോന്നിനും ഓരോ സമയമുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിക്കാനായിട്ട് വിധിച്ചിട്ടുള്ള ആളുകൾ എവിടെ പോയാലും എന്തൊക്കെ ചെയ്താലും ഇന്നല്ലെങ്കിൽ നാളെ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത് വരും. ഞാൻ നിർബന്ധിച്ച് പഠിക്കാൻ കൊണ്ടുവരുന്ന ആൾക്കാർ അവർക്ക് സക്സസ് ആവാൻ പറ്റിയില്ല. അവർക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രേഡറിൻ്റെ കൂടെയാണ് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതാണ് വിധി എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കുറ്റവും പറഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരെയും നിർബന്ധിച്ച് പഠിപ്പിക്കാത്തതൊക്കെ. അപ്പോൾ എനിവേ, ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. നമ്മൾ സമയം എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് അരിമേടിക്കാനുള്ള വകുപ്പ് ഇതിൽ നിന്ന് കിട്ടും എന്ന് നമ്മൾ പലതവണ തെളിയിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കൺസിസ്റ്റൻ്റായിട്ട് 3 മാസം നോൺ സ്റ്റോപ്പ് പ്രോഫിറ്റ് കിട്ടിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ വിചാരിക്കും ഇത് ഓവർ ബിൽഡപ്പാണ്, ഉള്ളതാണോ? നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ ഫുൾ ഡീറ്റെയിൽസ് കാണിക്കാൻ തയ്യാറാണ്. അവരെ 3 മാസത്തെ നോൺ സ്റ്റോപ്പ് പ്രോഫിറ്റ് കാണിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അത് എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പം ഞാൻ പറയാം, പണ്ടത്തെ എൻ്റെ ഒരു 1.5 വർഷം മുമ്പുള്ള വീഡിയോസിലൊക്കെ എനിക്ക് ഇത്രയും കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നില്ല പറയാനായിട്ട് സക്സസ് ആവും എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കോൺഫിഡൻ്റ് ഉണ്ട്. കാരണം 3 വർഷമായിട്ട് ഒരേ ചാർട്ട്, ഒരേ സ്ട്രാറ്റജി, ഒരേ നിഫ്റ്റി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് എങ്ങനെ പോയാലും നമ്മൾ അതിനകത്ത് സക്സസ് ആവും എന്ന് വെച്ചാൽ നമ്മൾ വിജയിക്കണം എന്നുള്ളൊരു തീരുമാനം മനസ്സിലുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയും മടിച്ചു നിൽക്കുന്നവർക്ക് നമ്മുടെ ലൈവിലേക്ക് ഇപ്പോൾ ഒരാഴ്ച ലൈവിലേക്ക് കൂടാം. നിങ്ങൾക്ക് 1 മാസം ലൈവിലേക്ക് വരണ്ട, ഒരു ദിവസമായിട്ട് നിന്നിട്ട് കാര്യമില്ല, ഒന്നും അറിയാൻ പറ്റില്ല. ഒരാഴ്ച നിങ്ങൾക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ ഉള്ളതാണോ, ജെനുവിനാണോ, പ്രോഫിറ്റബിൾ ആവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞതിന് ശേഷം വീണ്ടും ലൈവിലേക്ക് നിങ്ങൾക്ക് തുടർന്ന് കണ്ടിന്യൂ ചെയ്യാം. ഒരു കാര്യം ഞാൻ പറയുന്നു, എന്തൊക്കെ പഠിച്ചാലും, ആരടുത്തൊക്കെ പോയി പഠിച്ചാലും, എന്തൊക്കെ ടിപ്പ് കിട്ടിയാലും, എന്തൊക്കെ കോള് കിട്ടിയാലും, നമ്മളുടെ മൈൻഡ് സെറ്റ് ഓക്കെ അല്ലാത്തടത്തോളം കാലം
ഒരു ട്രേഡർക്കും വിജയിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മൈൻഡ് സെറ്റിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് ഒരു ട്രേഡറെ സംബന്ധിച്ച് എന്നുള്ള കാര്യങ്ങളും കൂടെ എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്.